നമസ്കാരം, വെൽക്കം ടു KS Mentor. KS Mentorന്റെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ 1 മുതൽ 7 വരെയുള്ള തീയതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് നോക്കാം. ഒന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് ബാർബഡോസ് എന്ന് പറയുന്ന സ്ഥലം ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക്കായിട്ട് മാറി എന്നുള്ളതാണ്. ഏറ്റവും പുതിയൊരു രാജ്യമായിട്ട് മാറി എന്നുള്ളതാണ് ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ പേര് ബാർബഡോസ് എന്നാണ്. ഈ ബാർബഡോസ് എന്ന് പറയുന്ന സ്ഥലം ലോകത്തെ ന്യൂവസ്റ്റ് റിപ്പബ്ലിക്കായിട്ട് മാറി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രദേശം ഇതുവരെ ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 400 വർഷമായിട്ട് ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ഈ ബാർബഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാർബഡോസ് ഇപ്പോൾ ഈ ഒരു ബ്രിട്ടീഷ് കോളനിയായ ഇതിൽ നിന്ന് മാറി ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഈ ബാർബഡോസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് മാറിയിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് സാന്ദ്ര മേസൺ, അല്ലെങ്കിൽ സാന്ദ്ര ബ്രൂണല്ല മേസൺ എന്ന് പറയുന്ന ആളാണ് ഈ ബാർബഡോസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പാനക്സ് 21 എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കെ, ആ ഒരു മൾട്ടിനാഷണൽ ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസിൻ്റെ പേരാണ് പാനക്സ് 21 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഇത് ബിംസ്റ്റെക് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത്. ബിംസ്റ്റെക് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഭൂട്ടാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമർ, ശ്രീലങ്ക, ഇന്ത്യ, അതുപോലെ തായ്ലൻഡ്. ഇത്രയും രാജ്യങ്ങളാണ് ബിംസ്റ്റെക് കൺട്രീസ് എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് ഈ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസായ പാനക്സ് 21 കണ്ടക്ട് ചെയ്യുന്നത്. ഇതൊരു ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസ് ആണ് ഈ പാനക്സ് 21 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിംസ്റ്റെക് രാജ്യങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു ഡിസാസ്റ്റർ റിലീഫ് എക്സസൈസിൻ്റെ പേരെന്താണ്? പാനക്സ് 21. ഓക്കെ, അടുത്തത് ഒരു ഇൻഡെക്സിനെ പറ്റിയാണ്. ആ ഇൻഡെക്സിൻ്റെ പേരെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് 2021. ഓക്കെ, കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് 2021. ഈ ഒരു ഇൻഡെക്സിൽ ബേസിക്കലി എന്താണ് അനലൈസ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഓരോ രാജ്യത്തെ വിവിധ സിറ്റികൾ, ഈ സിറ്റീസിനെ ആ ഒരു സിറ്റിയിൽ താമസിക്കാൻ വേണ്ട ചിലവിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് 2021 എന്ന് പറയുന്നത്. അപ്പോൾ 2021 ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിൽ ഇസ്രായേലിലെ ടെൽ അവീവാണ് ലോകത്തിലെ മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റി ആയിട്ട് മാറിയിരിക്കുന്നത്. ഇസ്രായേലിലെ ടെൽ അവീവാണ്. അതുപോലെ സിറിയൻ സിറ്റിയായ ഡെമാസ്കസ് ആണ് ഏറ്റവും ലോവസ്റ്റ് റാങ്കിങ് നേടിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ടെൽ അവീവിലാണ് മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റി ആയിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ ഡെമാസ്കസ്, സിറിയൻ സിറ്റിയായ ഡെമാസ്കസ് ആണ് ലോകത്തിലെ ഈ ഒരു പർട്ടിക്കുലർ റാങ്കിങ്ങിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് പുറത്തിറക്കുന്ന ഏജൻസിയുടെ പേരാണ് എക്കണോമിക് ഇൻ്റലിജൻസ് യൂണിറ്റ്, അല്ലെങ്കിൽ EIU. ഓക്കെ, അടുത്തത് വേൾഡ് ഇൻഇക്വാലിറ്റി റിപ്പോർട്ട് 2022 എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ടിനെ പറ്റിയാണ്. ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാം എന്താണ് ആ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ടിൽ വരാൻ വേണ്ടി പോകുന്നത്. അതായത് വിവിധ സ്ഥലങ്ങളിൽ ഓരോ രാജ്യങ്ങളിലും നിലനിൽക്കുന്ന ഇൻഇക്വാലിറ്റീസ്, അതായത് പൂവർ ആൻഡ് റിച്ച് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ വരുന്ന ഇൻഇക്വാലിറ്റി മെഷർ ചെയ്യുകയാണ് ഈ ഒരു വേൾഡ് ഇൻഇക്വാലിറ്റി റിപ്പോർട്ട് 2022 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ രാജ്യത്തെ പറ്റി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ ജസ്റ്റ് 1% ആണ് ഇന്ത്യയുടെ 1/5 ഓഫ് ടോട്ടൽ നാഷണൽ ഇൻകം ഹോൾഡ് ചെയ്യുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ വെറും 1% മാത്രമാണെന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ട് പറയുന്നത്. അതുപോലെ 1% റിച്ചസ്റ്റ് പീപ്പിൾ ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ 22%, ഇന്ത്യയുടെ ടോട്ടൽ നാഷണൽ ഇൻകത്തിൻ്റെ 22% ഹോൾഡ് ചെയ്യുന്നത് 1% റിച്ചസ്റ്റ് പീപ്പിൾ ആണെന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ ആവറേജ് നാഷണൽ ഇൻകം ഓഫ് ദ ഇന്ത്യൻ അഡൽട്ട് പോപ്പുലേഷൻ, അതായത് അത് 2,42,000 രൂപയാണ് 2021 ഈ ഒരു പർട്ടിക്കുലർ റിപ്പോർട്ടിൽ ആവറേജ് നാഷണൽ ഇൻകം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 2,04,200 രൂപയാണ് 2021 റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് വേൾഡ് ഇൻഇക്വാലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ രാജ്യത്തെ പറ്റി പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കറണ്ട് അഫെയറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്തിറക്കുന്ന വേൾഡ് മലേറിയ റിപ്പോർട്ട് 2021 എന്ന് പറയുന്ന റിപ്പോർട്ടാണ്. വേൾഡ് മലേറിയ റിപ്പോർട്ട് 2021. ഏത് ഏജൻസിയാണ് വേൾഡ് മലേറിയ റിപ്പോർട്ട് പുറത്തിറക്കുന്നത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ റിപ്പോർട്ടിൽ 2021 ഈ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മലേറിയ കൈകാര്യം ചെയ്യുന്നതിൽ ലോകത്തുണ്ടായിരുന്ന ആ ഒരു മുന്നേറ്റം
COVID-19 കാരണം അത് കുറച്ച് ഡിലേഡ് ആയി അല്ലെങ്കിൽ COVID-19 ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ 2020 ഏതാണ്ട് 6,27,000 ആളുകളാണ് മലേറിയ മൂലം മരിച്ചത്. അത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 12% ഇൻക്രീസ് ആണ് ആ ഒരു ഡെത്ത് റേറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, 2020 മരിച്ച ആളുകളാണ് 6,27,000 ആളുകളെന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണ് WHO സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയനിൽ മുഴുവനുള്ള ടോട്ടൽ മലേറിയ കേസസിൻ്റെ 83% എവിടെയാണുള്ളത്? ഇന്ത്യയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയാണ് റെസ്പോൺസിബിൾ എന്നാണ് ഈ വേൾഡ് മലേറിയ റിപ്പോർട്ട് 2021 പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വേൾഡ് മലേറിയ റിപ്പോർട്ട് ആരാണ് ഏത് ഏജൻസിയാണ് പുറത്തിറക്കുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്. ഓക്കെ, അടുത്തത് നമുക്കറിയാം മിരിയം വെബ്സ്റ്റർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിക്ഷണറിയാണ്. അപ്പോൾ മിരിയം വെബ്സ്റ്റർ 2021 അവരുടെ വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ഇതാണ്, വാക്സിൻ എന്നുള്ളതാണ്. ഓക്കെ, മിരിയം വെബ്സ്റ്റർ എന്ന് പറയുന്ന ഡിക്ഷണറി 2021 വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് വാക്സിൻ എന്ന് പറയുന്ന വാക്കാണ്. ഓക്കെ, അടുത്തത് വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് 2022 എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് IOM അഥവാ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഏജൻസിയാണ് വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ 2022 ആ ഒരു റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോബൽ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ 281 മില്യനായിട്ട് ഇൻക്രീസ് ചെയ്തു എന്നാണ്. എന്ന് 2020 ഗ്ലോബൽ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ 281 മില്യനായിട്ട് ഇൻക്രീസ് ചെയ്തു എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ടിൽ പറയുന്നത്. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് മൂലമാണ് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടത്. അതായത് ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആണ് അതിനേക്കാളും വലിയൊരു കോസായിട്ട് ഈ ഒരു വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് 2022 ചൂണ്ടിക്കാട്ടുന്നു. ഓക്കെ, അപ്പോൾ വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് 2022 ലോഞ്ച് ചെയ്തിരിക്കുന്ന ഏജൻസിയുടെ പേരെന്താണ്? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ അല്ലെങ്കിൽ IOM. ഓക്കെ, അടുത്തത് സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ആദ്യത്തെ ഒരു സസ്റ്റൈനബിൾ ഫ്ലോട്ടിംഗ് സിറ്റി നിർമ്മിക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൽ കാണുന്നതാണ് അതിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ 2025 ഇവർ ഈ ഒരു നേട്ടം കൈവരിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ആദ്യത്തെ സസ്റ്റൈനബിൾ ഫ്ലോട്ടിംഗ് സിറ്റി നിർമ്മിക്കാൻ വേണ്ടി പോകുന്നു 2025. എവിടെയാണ്? കോസ്റ്റ് ഓഫ് ബൂസാൻ. ഓക്കെ, കോസ്റ്റ് ഓഫ് ബൂസാനിലാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് സിറ്റി നിർമ്മിക്കുന്നത്. ഇനി ഈ ഒരു സിറ്റിയെ അവർ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ഓഷ്യാനിക് സിറ്റി എന്നാണ്. ഓക്കെ, ഓഷ്യാനിക് സിറ്റി എന്നാണ് ഇവർ ഈ ഒരു പദ്ധതിയെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സസ്റ്റൈനബിൾ ഫ്ലോട്ടിംഗ് സിറ്റി നിലവിൽ വരുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? സൗത്ത് കൊറിയയാണ്. ഓക്കെ, അടുത്തത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇന്ത്യക്ക് 500 മില്യൻ്റെ ഒരു ലോൺ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തു. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇന്ത്യക്ക് $500 മില്യൺ ഒരു ലോൺ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തു. എന്തിനാണ്? ടു ഇംപ്രൂവ് ദ സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്കൂൾ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു $500 മില്യൺ ഈ ഒരു ലോൺ നമുക്ക് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ഓൾസോ ടു മൈറ്റിഗേറ്റ് ഇമ്പാക്റ്റ് ഓഫ് COVID-19 ഓൺ സ്റ്റുഡൻസ് ലേണിംഗ്. അതായത് ഈ ഒരു കോവിഡ് മൂലം കുട്ടികൾക്കുണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അവരുടെ പഠനത്തിലുണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തൊരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് റീസെൻ്റ്ലി ഇന്ത്യക്ക് $500 മില്യൺ ഒരു ലോൺ എഗ്രിമെൻ്റ് ആണ് അനുവദിച്ചത്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇംപ്രൂവ് ദ സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, അടുത്തത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ പുറത്തിറക്കുന്ന പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ആണ്. ഓക്കെ, പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ അത് ഡിസംബർ 2021 അടിസ്ഥാനപ്പെടുത്തിയുള്ള ലേബർ ഫോഴ്സ് സർവേയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. അതായത് 15 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ ഇടയിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് 10.3% ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, 15 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 10.3% ആണ്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഓഫ് അർബൻ ഫീമെയിൽസ് എത്രയാണ്? 11.8% ആണ് ആസ് പെർ 2021. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഓഫ് അർബൻ ഫീമെയിൽസ് 11.8% ആണ്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഓഫ് അർബൻ മെയിൽസ് എന്ന് പറയുന്നത് 6.8% ആണ് 2021. 8.6% ആണ്. ഇനി ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത് അർബൻ ഏരിയാസിൽ എത്രയാണ്?
47.5% ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 43.1 വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. അത് പുറത്തിറക്കിയിരിക്കുന്ന ഏത് ഏജൻസിയാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഈ ഒരു പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ഡിസംബർ 2021 പുറത്തിറക്കിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഡൽഹിയിലുള്ള നിസാമുദ്ദീൻ ബസ്തി പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന് യുനെസ്കോയുടെ ഹെറിറ്റേജ് അവാർഡ് ലഭിച്ചു എന്നുള്ളതാണ്. ഓക്കെ, നിസാമുദ്ദീൻ ബസ്തി പ്രോജക്റ്റ് എവിടെയാണ്? ഡൽഹിയിലുള്ള ഒരു പ്രോജക്റ്റാണ് ഈ നിസാമുദ്ദീൻ ബസ്തി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതിന് യുനെസ്കോയുടെ ഹെറിറ്റേജ് അവാർഡ്സ് ലഭിച്ചു എന്നുള്ളതാണ് നമ്മുടെ കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. ഫോർ കൺസർവേഷൻ എഫേർട്സ്, ഈ ഒരു പ്രോജക്റ്റിൻ്റെ കൺസർവേഷൻ എഫേർട്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെറിറ്റേജ് അവാർഡ് നൽകിയിരിക്കുന്നത്. ഇനി ഈ നിസാമുദ്ദീൻ ബസ്തി പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു അർബൻ റിന്യൂവൽ പ്രോജക്റ്റാണ്. ഡൽഹിയിൽ നടക്കുന്ന ഒരു അർബൻ റിന്യൂവൽ പ്രോജക്റ്റാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന് യുനെസ്കോയുടെ ഹെറിറ്റേജ് അവാർഡ്സ് ലഭിച്ചു എന്നുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആരംഭിക്കാൻ വേണ്ടി പോകുന്ന പുതിയൊരു സ്കീമിനെ പറ്റിയാണ്. സ്കീമിൻ്റെ പേരെന്ന് പറയുന്നത് ശ്രേഷ്ഠ സ്കീം എന്നുള്ളതാണ്. ഓക്കെ, ശ്രേഷ്ഠ എന്നാണ് ആ സ്കീമിൻ്റെ പേര്. ഇനി ഈ സ്കീം എയിം ചെയ്യുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റുഡൻസിനെയാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ശ്രേഷ്ഠ എന്ന് പറയുന്ന സ്കീം ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഏരിയയിൽ നിന്ന് മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്രേഷ്ഠ എന്ന് പറയുന്ന സ്കീം ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവർക്ക് ക്വാളിറ്റി റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ശ്രേഷ്ഠ സ്കീമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പർട്ടിക്കുലർ സ്കീം വരുന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ കീഴിലാണ്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്, ആ ഒരു പർട്ടിക്കുലർ മിനിസ്ട്രി ആയിരിക്കും ഇതിൻ്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു നടത്തിപ്പിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന തുകയെന്ന് പറയുന്നത്, ഇനി ഇത് ഏതാണ്ട് 24,800 സ്റ്റുഡൻസിനെ, SC വിഭാഗത്തിലുള്ള 24,800 സ്റ്റുഡൻസിനെ വിത്തിൻ 5 ഇയേഴ്സ് ഈ ഒരു പദ്ധതിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് ശ്രേഷ്ഠ എന്ന് പറയുന്ന സ്കീം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഏത് മിനിസ്ട്രിയാണ് അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിനെയാണ് അത് എയിം ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ വളരെ റീസെൻ്റ്ലി ഉണ്ടായ ഒരു കോൺട്രവേഴ്സിയെ പറ്റിയാണ്. ആ കോൺട്രവേഴ്സിയുടെ പേരെന്ന് പറയുന്നത് ഗ്രേറ്റർ ത്രിപുരാലാൻഡ് ഇഷ്യൂ എന്നാണ് പറയുന്നത്. ഈ ഗ്രേറ്റർ ത്രിപുരാലാൻഡ് എന്ന് പറയുന്നത് ത്രിപുരയിലുള്ള ഒരു പെർട്ടിക്കുലർ റീജിയനാണ്. ആ റീജിയൻ എന്ന് പറയുന്നത് ഡോമിനേറ്റ് ചെയ്യുന്നത് ആദിവാസികളായ ആളുകൾ അധിവസിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഗ്രേറ്റർ ത്രിപുരാലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രേറ്റർ ത്രിപുരാലാൻഡ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആളുകൾ പ്രക്ഷോഭം ആരംഭിക്കുകയുണ്ടായി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവരൊരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഗ്രേറ്റർ ത്രിപുരാലാൻഡ് എന്ന് പറയുന്ന പേരിൽ ഒരു പുതിയ സ്റ്റേറ്റ് ആണ് ഇവർ ആവശ്യപ്പെടുന്നത്. ആൻഡ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 2, ആർട്ടിക്കിൾ 3 പ്രകാരമാണ് അവർ ഈ ഒരു ഡിമാൻഡ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതാണ് ഗ്രേറ്റർ ത്രിപുരാലാൻഡ് എന്ന് പറയുന്ന ആ ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. ത്രിപുരയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇനി അവരൊരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്നാണ് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസ് പെർ ആർട്ടിക്കിൾ 2, ആർട്ടിക്കിൾ 3. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് പൈക്ക റിബല്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. 1817 നടന്ന ഒരു യുദ്ധമാണ്, അല്ലെങ്കിൽ ഒരു റിബല്യനാണ് പൈക്ക റിബല്യൻ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ്സിൽ വന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പൈക്ക റിബല്യൻ്റെ പേരിൽ ഒരു കോൺട്രവേഴ്സി നടപ്പുണ്ടായിരുന്നു. അതായത് പൈക്ക റിബല്യനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ട് പരിഗണിക്കണം അല്ലെങ്കിൽ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിനെ ഒരു കൂട്ടം ആളുകൾ സമീപിച്ചിരുന്നു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ട് കരുതുന്നത് 1857 യുദ്ധമാണ്, അല്ലെങ്കിൽ ആ ബാറ്റിലാണ് നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റീസെൻ്റ്ലി കേന്ദ്ര സർക്കാർ ഈ ഒരു പൈക്ക റിബല്യനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത് റെഫ്യൂസ് ചെയ്തു എന്നാണ് ഈ ഒരു കറണ്ട് അഫെയറിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു പൈക്ക റിബല്യൻ നടക്കുന്നത് എന്നാണ്. 1817 പൈക്ക റിബല്യൻ നടക്കുന്നത്. അത് ലെഡ് ബൈ ബക്സി ജഗബന്ധു വിദ്യാധരയാണ് ഈ ഒരു പൈക്ക റിബല്യന് നേതൃത്വം വഹിച്ച വ്യക്തി എന്ന് പറയുന്നത്. 1817 ഇത് ഈ ഒരു റിപ്പീറ്റ് 1817 ഈ ഒരു പൈക്ക റിബല്യൻ നടക്കുന്നത്. ഓക്കെ, അത് 1857 നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനും വളരെ നാളുകൾക്ക് മുന്നെയാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നിർദ്ദേശം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്തത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT ഒരു നാഷണൽ ബ്ലോക്ക് ചെയിൻ സ്ട്രാറ്റജി പ്രപ്പോസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഒരു നാഷണൽ ബ്ലോക്ക് ചെയിൻ സ്ട്രാറ്റജി ഏത് മിനിസ്ട്രിയാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു നമ്മുടെ നാഷണൽ ബ്ലോക്ക് ചെയിൻ സ്ട്രാറ്റജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇതിനെ പ്രധാനമായിട്ടും ഇവർ എയിം ചെയ്യുന്നത് എന്താണ്? ഫോർ പ്രൊവൈഡിങ് ഗവേണൻസ് സർവീസസ് യൂസിങ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഗവേണൻസ് സർവീസുകൾ കൂടുതലായിട്ട് ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രൈമറി എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിക്കണമെന്നാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി ഈ ഒരു സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ നാഷണൽ ബ്ലോക്ക് ചെയിൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ക്രിപ്റ്റോ കറൻസികളെ ചേർത്തിട്ടില്ല, അപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു നാഷണൽ ബ്ലോക്ക് ചെയിൻ സ്ട്രാറ്റജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഏത് മിനിസ്ട്രിയാണ് ഈ ഒരു സ്ട്രാറ്റജി പ്രപ്പോസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT. ഓക്കെ, അടുത്തത് നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്കീംസിലൊന്നാണ് സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 എന്ന് പറയുന്ന സ്കീം പ്രധാനമന്ത്രി കഴിഞ്ഞിടെ ലോഞ്ച് ചെയ്തിരുന്നു. അത് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0യും UNDPയും കൂടെ തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0യും യുണൈറ്റഡ് നേഷൻസിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതാണ് UNDP എന്ന് പറയുന്നത്. അപ്പോൾ ഈ UNDPയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. എന്തിനാണ്? ടു സ്ട്രെങ്തൻ ദി വേസ്റ്റ് മാനേജ്മെൻറ്റ് സെക്ടർ ഓഫ് ദ കൺട്രി. ഇന്ത്യയിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UNDPയുമായിട്ട് ഇപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് UNDP 75 സ്മാർട്ട് സ്വച്ഛതാ കേന്ദ്രാസ് ആണ് ഇന്ത്യക്ക് നൽകാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. 75 സ്മാർട്ട് സ്വച്ഛതാ കേന്ദ്രാസ് UNDP ഇന്ത്യക്ക് ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും നമ്മുടെ ഏത് സ്കീമുമായിട്ടാണ് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 ആണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഹൗസിംഗ് സ്കീമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് 2 വിഭാഗങ്ങളുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണും പ്രധാനമന്ത്രി ആവാസ് യോജന അർബനും. അത് പല ക്ലാസ്സുകളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണിനെ പറ്റിയാണ്. ആ ഒരു പെർട്ടിക്കുലർ സ്കീം മാർച്ച് 24 വരെ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ക്യാബിനറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ PMAYG. അപ്പോൾ അത് 2024 മാർച്ച് വരെ ഈ ഒരു പെർട്ടിക്കുലർ സ്കീം എക്സ്റ്റെൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇതൊരു ഹൗസിംഗ് സ്കീമാണ്. അർഹരായിട്ടുള്ള ആളുകൾക്ക് ഗവൺമെൻറ് സഹായത്തോടെ വീട് ലഭ്യമാക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. 2.95 കോടി ഹൗസസ് ആണ്. ഓക്കെ, 2.95 കോടി ഹൗസസ് നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ, ഈ ഒരു പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ സ്കീമിൻ്റെ എയിം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സ്കീം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്കീമിൻ്റെ റീസ്ട്രക്ചേർഡ് വേർഷനാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്കീം എന്ന് പറയുന്നത് ഇന്ദിര ആവാസ് യോജന അല്ലെങ്കിൽ IAY ആണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന സ്കീം എന്ന് പറയുന്നത് അതിൻ്റെ റീസ്ട്രക്ചേർഡ് വേർഷനാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ അല്ലെങ്കിൽ NCW ഷീ ഈസ് എ ചേഞ്ച് മേക്കർ എന്ന് പറയുന്ന ഒരു പുതിയ പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. ഷീ ഈസ് എ ചേഞ്ച് മേക്കർ, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു പാൻ ഇന്ത്യ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ വിമൻ ഇൻ പൊളിറ്റിക്സ്. വുമൻ ഇൻ പൊളിറ്റിക്സ്, പൊളിറ്റിക്സിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാൻ ഇന്ത്യ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമാണ് ഈ പറയുന്ന ഷീസ് എ ചേഞ്ച് മേക്കർ എന്ന് പറയുന്നത്. ആരാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ. ഓക്കെ, അടുത്തത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് EWS കോട്ട പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനലിനെ റീസെൻ്റ്ലി അപ്പോയിൻറ്റ് ചെയ്തു. നമുക്കറിയാം എന്താണ് EWS കോട്ട എന്നുള്ളത്. അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാരിലെ ആളുകൾക്ക് 10% റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് EWS കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ EWS കോട്ടയെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു പെർട്ടിക്കുലർ പാനലിനെ അപ്പോയിൻറ്റ് ചെയ്തു. ഒരു 3 മെമ്പർ പാനലാണ് ഹെഡഡ് ബൈ അജയ് ഭൂഷൺ പാണ്ഡെ. അജയ് ഭൂഷൺ പാണ്ഡെ ഫോർമർ ഫിനാൻസ് സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പാനൽ പ്രവർത്തിക്കുന്നത്. 3 മെമ്പർ പാനലാണ് ഹെഡഡ് ബൈ അജയ് ഭൂഷൺ പാണ്ഡെ. അപ്പോൾ എന്താണ് EWS കോട്ട നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പാനലിനെ പറ്റി കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ആ ഒരു പാനലിലെ ഹെഡ് അജയ് ഭൂഷൺ പാണ്ഡെ ആണ് എന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ,
അടുത്തത് മറ്റൊരു സ്കീമിനെ പറ്റിയാണ് പറയുന്നത്. സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്നാണ് സ്കീമിൻ്റെ പേര്. അതായത് ഈ സ്മാർട്ട് സിറ്റീസ് മിഷൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ജൂൺ 2023 സെൻട്രൽ ഗവൺമെൻറ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്ന് പറയുന്ന സ്കീമിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ 2023 ജൂണിലേക്ക് സെൻട്രൽ ഗവൺമെൻറ് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി ഈ ഒരു സ്മാർട്ട് സിറ്റി മിഷനെ പറ്റി പറയുമ്പോൾ അതിൽ 100 cities ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, 100 cities ആണ് ടോട്ടലി ഈ ഒരു പെർട്ടിക്കുലർ സ്കീമിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത് ജൂൺ 25, 2015 സ്മാർട്ട് സിറ്റീസ് മിഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നോൺ ഫോസിൽ ഫ്യൂവൽ സോഴ്സുകളിൽ നിന്ന് 40% പവർ ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നേടിയെന്നാണ് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 40% പവർ ജനറേഷൻ കപ്പാസിറ്റി എവിടെ നിന്നാണ്? നോൺ ഫോസിൽ ഫ്യൂവൽ സോഴ്സുകളിൽ നിന്ന് 40% പവർ ജനറേഷൻ കപ്പാസിറ്റി നേടി എന്നാണ് പറയുന്നത്. ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 156.83 GW ആണ് ഇങ്ങനെ നേടിയിരിക്കുന്ന ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇത് 2030 ആകുമ്പോഴേക്കും 66% ആയിട്ട് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ ഒരു പവർ ജനറേഷൻ കപ്പാസിറ്റി 66% ആയിട്ട് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡേറ്റ അനുസരിച്ച് ഗുജറാത്ത് ഇന്ത്യയിലെ ലാർജസ്റ്റ് മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറി എന്നാണ് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡേറ്റ അനുസരിച്ച് ഗുജറാത്ത് ഇന്ത്യയിലെ ലാർജസ്റ്റ് മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറി. ഇനി ഈ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്തെ മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 15.9% ആണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഗുജറാത്താണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് 52ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിൽ വെച്ച് റീസെൻ്റ്ലി കണ്ടക്ട് ചെയ്തു. 52ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ വെച്ചിട്ട് ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ 2020 അവാർഡ് കൺഫർ ചെയ്തിരിക്കുന്നത് ഹേമ മാലിനിക്കും അതുപോലെ പ്രസൂൻ ജോഷിക്കുമാണ്. ഓക്കെ, ഹേമ മാലിനിക്കും പ്രസൂൻ ജോഷിക്കുമാണ് ഈ ഒരു ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ 2021 അവാർഡ് ഈ ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ വെച്ച് നൽകിയിരിക്കുന്നത്. ഇനി ഉത്തർപ്രദേശാണ് മോസ്റ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ഫോർ ഫിലിം ഷൂട്ടിങ്ങിന് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഉത്തർപ്രദേശാണ്. ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ 2021 അവാർഡ് 2 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്, ഹേമ മാലിനിക്കും അതുപോലെ പ്രസൂൻ ജോഷിക്കും. ഓക്കെ, അടുത്തത് ഗീത ഗോപിനാഥ് IMFൻ്റെ ആദ്യത്തെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഗീത ഗോപിനാഥ് IMFൻ്റെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ആദ്യത്തെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു. ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് IMFൻ്റെ ഹൈറാർക്കിയിലെ സെക്കൻഡ് ഹയസ്റ്റ് പൊസിഷനാണ് ഈ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ. അതിന് മുകളിലുള്ളത് മാനേജിംഗ് ഡയറക്ടർ മാത്രമാണ്. അപ്പോൾ അത്രയും സുപ്രധാനമായ ഒരു പദവിയിലേക്കാണ് ഗീതാ ഗോപിനാഥിനെ ഇപ്പോൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഗീതാ ഗോപിനാഥ് എന്ന് പറയുന്നത് IMFൻ്റെ ആദ്യത്തെ ഫീമെയിൽ ചീഫ് ഇക്കോണമിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. IMFൻ്റെ ആദ്യത്തെ ചീഫ് ഇക്കോണമിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ച വനിതയാണ് ഗീതാ ഗോപിനാഥ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ഇപ്പോൾ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഓക്കെ, അടുത്തത് സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്തെ ആദ്യത്തെ ഫീമെയിൽ പ്രൈം മിനിസ്റ്ററായിട്ട് മാറിയിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് മഗ്ദലേന ആൻഡേഴ്സൺ. സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് മഗ്ദലേന ആൻഡേഴ്സൺ എന്ന് പറയുന്നത്. ഇനി സ്വീഡൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റോക്ക്ഹോമാണ്. ഓക്കെ, അടുത്തത് ഗാംബിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് റീഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് അദമ ബാരോ. അദമ ബാരോ ആണ് ഗാംബിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് റീഇലക്ട് ചെയ്യപ്പെട്ടത്. ഇനി ഗാംബിയയുടെ ക്യാപിറ്റലിൻ്റെ പേരെന്താണ്? ബാഞ്ചുൽ ആണ് ഗാംബിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ NHAIയുടെ പുതിയ ചെയർപേഴ്സണായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് അൽക്ക ഉപാധ്യായ. ഓക്കെ, അൽക്ക ഉപാധ്യായാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സണായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അടുത്തത് അഞ്ജു ബോബി ജോർജിന് 2021 വുമൺ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചു എന്നുള്ളതാണ്. വേൾഡ് അത്ലറ്റിക്സിൽ നിന്നാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. അഞ്ജു ബോബി ജോർജിന് 2021 വുമൺ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്നു ഫ്രം വേൾഡ് അത്ലറ്റിക്സ്. എന്തിനാണ്? ഫോർ ഗ്രൂമിങ് യങ് ഗേൾസ് ടു ടേക്ക് അപ്പ് സ്പോർട്സിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ പേരിലാണ് ഈ ഒരു വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഫ്രം വേൾഡ് അത്ലറ്റിക്സ്. അത് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? അഞ്ജു ബോബി ജോർജിനാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകളിൽ ഒന്നാണ് രത്തൻ ടാറ്റ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ആസാം ഗവൺമെൻറ് ആസാം വൈഭവ് അവാർഡ് എന്ന് പറയുന്നൊരു അവാർഡ് നൽകി എന്നുള്ളതാണ്. രത്തൻ ടാറ്റയ്ക്ക് ആസാം ഗവൺമെൻറ് ആസാം വൈഭവ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ അവാർഡ് നൽകി എന്നുള്ളതാണ്. ആസാമിൻ്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഈ ആസാം വൈഭവ് എന്ന് പറയുന്നത്. ഫോർ കോൺട്രിബ്യൂട്ടിംഗ് ടുവേർഡ്സ് ക്യാൻസർ കെയർ സർവീസസ്. ആസാമിലെ
ക്യാൻസർ കെയർ സർവീസസിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഈ ആസാം വൈഭവ് എന്ന് പറയുന്ന ഈ ഒരു ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആസാം ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില വാർത്തകളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് 2021 ഡേവിസ് കപ്പ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിരിക്കുന്നത് റഷ്യൻ ടെന്നീസ് ഫെഡറേഷനാണ്. ഡേവിസ് കപ്പ് ടെന്നീസ് 2021 വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ ഫൈനൽ നടന്നത് ഡെനിൽ മെഡ്വെഡേവും അതുപോലെ ആൻഡ്രേ റൂബ്ലേവും തമ്മിലാണ്. റഷ്യയുടെ ആൻഡ്രേ റൂബ്ലേവും തമ്മിലാണ് ഈ ഒരു ഡേവിസ് കപ്പിൻ്റെ ഫൈനൽ നടന്നത്. അതിൽ ഡെനിൽ മെഡ്വെഡേവ് ആണ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡേവിസ് കപ്പ് ടെന്നീസ് 2021 വിജയിച്ചിരിക്കുന്നത് റഷ്യൻ ഫെഡറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അവസാനത്തെ ഫൈനൽ മാച്ചിൽ വിജയിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് ഡെനിൽ മെഡ്വെഡേവ് ആണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ നിന്നുള്ള വനിതാ ബാഡ്മിൻ്റൺ പ്ലെയറായ PV സിന്ധു 2021 ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ വേൾഡ് ടൂറിൽ വുമൺ സിംഗിൾസിൽ സിൽവർ നേടി എന്നുള്ളതാണ്. ഓക്കെ, ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ വേൾഡ് ടൂർ 2021 വുമൺ സിംഗിൾസിൽ PV സിന്ധു സിൽവർ നേടി എന്നുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മാച്ചിൽ ഗോൾഡ് നേടിയിരിക്കുന്നത് കൊറിയയിൽ നിന്നുള്ള സിയോങ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുപോലെ മെൻ സിംഗിൾസ് നേടിയിരിക്കുന്നത് വിക്ടർ അക്സൽഷൻ ആണ്. ഓക്കെ, 2021 ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ വുമൺ സിംഗിൾസിൽ PV സിന്ധുവിന് സിൽവർ ആണ് ലഭിച്ചിരിക്കുന്നത്. ഗോൾഡ് ലഭിച്ചിരിക്കുന്നത് കൊറിയയിൽ നിന്നുള്ള പ്ലെയറായ സിയോങ്ങിനാണ്. അതുപോലെ മെൻ സിംഗിൾസ് വിജയിച്ചിരിക്കുന്നത് വിക്ടർ അക്സൽഷൻ ആണ്. ഓക്കെ, അടുത്തത് USA 2022 ഒളിമ്പിക്സിൽ നിന്ന് ഡിപ്ലോമാറ്റിക് ബോയ്ക്കോട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത്. USA പോലത്തെ പ്രധാനപ്പെട്ട ഒരു രാജ്യം ഒളിമ്പിക്സിൽ നിന്ന് 2022 ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറിയത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി 2022 ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ബീജിങ്ങിൽ വെച്ചാണ്, ചൈനയിലെ ബീജിങ്ങിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ഒരു ബോയ്ക്കോട്ട് പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ചൈനയുടെ ഹ്യൂമൻ റൈറ്റ്സ് അട്രോസിറ്റീസ് കാരണമാണ് ഇങ്ങനെയൊരു കടുത്ത നിലപാടെടുക്കേണ്ടി വരുന്നതെന്നാണ് അമേരിക് പറയുന്നത്. അപ്പോൾ 2022 ഒളിമ്പിക്സിൽ നിന്ന് ഡിപ്ലോമാറ്റിക് ബോയ്ക്കോട്ട് പ്രഖ്യാപിച്ച രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഓക്കെ, അടുത്തത് 2021 ബാലൻ ഡിയോർ, അതിൻ്റെ 65ാമത്തെ എഡിഷനാണ് 2021 ബാലൻ ഡിയോർ എന്ന് പറയുന്നത്. അത് നേടിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ലയണൽ മെസ്സിയാണ്. ലയണൽ മെസ്സിയുടെ ജീവിതത്തിലെ ഏഴാമത്തെ ബാലൻ ഡിയോർ ആണ് 2021 അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇനി വുമൺസ് ബാലൻ ഡിയോർ ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? അലക്സിയ പുട്ടലാസിനാണ് വുമൺ ബാലൻ ഡിയോർ ലഭിച്ചിരിക്കുന്നത്. അത് മെൻസ് ബാലൻ ഡിയോർ ലഭിച്ചിരിക്കുന്ന വ്യക്തിയാണ് ലയണൽ മെസ്സി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 7th ബാലൻ ഡിയോർ ആണ് 2021 അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് 2021 മലേഷ്യൻ ഓപ്പൺ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് സൗരവ് ഘോഷാലാണ്. ഓക്കെ, മലേഷ്യൻ ഓപ്പൺ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് 2021 വിജയിച്ചിരിക്കുന്നത് സൗരവ് ഘോഷാലാണ്. അതുപോലെ ഈ ഒരു ടൈറ്റിൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സൗരവ് ഘോഷൽ എന്ന് പറയുന്നത്. ഓക്കെ, 2021 മലേഷ്യൻ ഓപ്പൺ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്? സൗരവ് ഘോഷലാണ്. ഓക്കെ, അടുത്തത് ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ 2021 പ്ലെയേഴ്സ് ഓഫ് ദ ഇയേഴ്സിനെ പ്രഖ്യാപിച്ചു. അതിലെ മെയിൽ പ്ലെയർ എന്ന് പറയുന്നത് വിക്ടർ അക്സൽഷൻ ആണ്. അതുപോലെ ഫീമെയിൽ പ്ലെയർ എന്ന് പറയുന്നത് തായ്സു യിങ് ആണ് ഫീമെയിൽ പ്ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ വിക്ടർ അക്സൽഷനും തായ്സു യിങ്ങും ആണ് ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ പ്ലെയേഴ്സ് ഓഫ് ദി ഇയർ 2021 എന്ന് പറയുന്നത്. അടുത്തത് അർജന്റീന 12ാമത് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ മെൻസ് ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് 2021 അർജന്റീന വിജയിച്ചു എന്നാണ് പറയുന്നത്. ജർമ്മനിയാണ് ഇവർ ഈ ഒരു പെർട്ടിക്കുലർ മത്സരത്തിൽ പരാജയപ്പെടുത്തിയത്. ഇനി ഈ ഒരു മത്സരം നടന്നിരിക്കുന്നത് എവിടെ വെച്ചാണ്? ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് 12ാമത് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ മെൻസ് ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് 2021 നടന്നത്. ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ്. അതിൽ അർജന്റീനയാണ് വിജയിച്ചിരിക്കുന്നത്. ദേ ഡിഫീറ്റഡ് ജർമ്മനി. ഓക്കെ, അടുത്തത് ആദ്യത്തെ സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിക്സ് വിജയിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ലൂയിസ് ഹാമിൽട്ടൺ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് എഡീഷനാണ് സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുന്നത്. അത് വിജയിച്ചിരിക്കുന്നത് ലൂയിസ് ഹാമിൽട്ടൺ ആണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ സൈക്കാട്രിസ്റ്റ് ആയിരുന്ന ശാരദ മേനോൻ അന്തരിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ശാരദ മേനോൻ ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ സൈക്കാട്രിസ്റ്റ് ആണ്. 1992 പത്മഭൂഷൺ ലഭിച്ച വ്യക്തിയാണ് ശാരദ മേനോൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ സൈക്കാട്രിസ്റ്റ് ആയിരുന്ന വ്യക്തിയാണ് ശാരദ മേനോൻ എന്ന് പറയുന്നത്. അവർ റീസെൻ്റ്ലി അന്തരിച്ചു എന്നുള്ളതാണ്. അടുത്തത്
ഇന്ത്യയും മാൽഡീവ്സും തമ്മിൽ, ഇന്ത്യയുടെയും മാൽഡീവ്സിൻ്റെയും ആർമീസ് തമ്മിൽ ഒരു മിലിറ്ററി എക്സസൈസ് കണ്ടക്ട് ചെയ്തു. അതിൻ്റെ പേരെന്ന് പറയുന്നത് എക്സസൈസ് എക്വറിൻ എന്നാണ്. ഓക്കെ, എക്സസൈസ് എക്വറിൻ. എക്വറിൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയുടെയും മാൽഡീവ്സിൻ്റെയും ആർമീസ് തമ്മിൽ നടന്ന ഒരു മിലിറ്ററി എക്സസൈസ് ആണ് ഈ എക്സസൈസ് എക്വറിൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സസൈസ് എക്വറിൻ എന്ന് കേട്ടാൽ അത് ഏത് രാജ്യങ്ങൾ തമ്മിലാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയും മാൽഡീവ്സും, ഈ രണ്ട് രാജ്യങ്ങളുടെയും ആർമീസ് തമ്മിൽ നടന്ന മിലിറ്ററി എക്സസൈസ് ആണ് എക്സസൈസ് എക്വറിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഡിസംബർ 1 മുതൽ 7 വരെയുള്ള തീയതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്